വെൽക്കം ടു ടേസ്റ്റി ക്യൂൻസ്. ഇന്ന് കർക്കിടക സ്പെഷ്യൽ ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തിയാണ് ഉലുവക്കഞ്ഞി. ഈ കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് മെയിനായിട്ട് ഉലുവ ഒരു അര ഗ്ലാസ് ഉലുവയും 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉലുവ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂട്ടാം, കുറവ് വേണ്ടവർക്ക് കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 4 ഗ്ലാസ് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത്, അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആദ്യം നമുക്ക് കുതിർത്ത് വെച്ച ഉലുവയും ഒരു കുക്കറിനകത്ത് ഇട്ടിട്ട് എടുത്ത് വെച്ച പച്ചരിയും, ഇത് രണ്ടും കൂടെ നമുക്ക് ആദ്യം വേവിക്കണം. ഞാൻ ഇതിൽ പകുതി തേങ്ങാപ്പാലാണ്, 4 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചതിൽ ഹാഫ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പകുതി തേങ്ങാപ്പാൽ ഒഴിച്ചു, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തു. ഒരു 5-6 വിസിൽ ആവുന്നത് വരെ കുക്കറിലിട്ട് വേവിച്ചെടുത്തു. നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര, നമ്മൾ എടുത്ത് വെച്ച ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി അത് അരിച്ച് ഇതിലേക്ക് ചേർക്കാം. പിന്നെ നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ബാക്കി മാറ്റി വെച്ച പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ, ആ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചിരവിയത്, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം കൂടി ഇട്ട് നന്നായി യോജിപ്പിച്ചിട്ട് ഒരു തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഉലുവക്കഞ്ഞി ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.